ജയൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ വീടാണ്. തറയിൽ ഹൗസ്. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഒരൊറ്റ നില വീട്. ഇത് തറയിൽ ഹൗസ്. ഓമല്ലൂരിലെ പ്രശസ്തമായ തറയിൽ കുടുംബാംഗവും അമേരിക്കൻ മലയാളിയുമായ സണ്ണി സാമിൻ്റേതാണ് വശ്യസുന്ദരമായ ഈ വില്ല. 4 കിടപ്പറകൾ അടിസ്ഥാന സൗകര്യമാക്കി നിർമ്മിച്ച ഒരു വീടാണിത്. വലിപ്പം 5500 സ്ക്വയർ ഫുട്ട്. ഓമല്ലൂരിൽ നിന്ന് ചീക്കനാൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിനോട് ചേർന്നാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 35 സെന്റോളം വരുന്ന പ്ലോട്ടിൽ വീടും ഔട്ട് ഹൗസും വിശാലമായ മുറ്റവും മുറ്റത്തിനതിരിടുന്ന ലാൻഡ്സ്കേപ്പ് ഗാർഡനുമൊക്കെയായി ഒരപൂർവ സുന്ദര നിർമ്മിതി. പുറം കാഴ്ചയിൽ വിക്ടോറിയൻ ആർക്കിടെക്ചറിൻ്റെ ചാരുത നൽകി നിർമ്മിച്ച ഒരു വീടാണിത്. വിശാലമായ മുൻവരാന്ത, വീടിൻ്റെ ഒരരികിൽ നൽകിയ കാർ പോർച്ച് എന്നിവയെല്ലാം അഴകു ചേർക്കുന്നതാണ് ഈ വീടിൻ്റെ മുൻഭാഗം. വാതിൽ തുറന്നകത്തേക്കെത്തുമ്പോൾ അതീവ സുന്ദരമായ അകമുറി കാഴ്ചകളും ആധുനിക ഗൃഹനിർമ്മിതിയുടെ ആഡംബര തികവാർന്ന സൗകര്യങ്ങളും നമ്മെ കാത്തിരിക്കുന്നു. പന്തളം ആസ്ഥാനമായുള്ള വി ബിൽഡ് ഡിസൈനേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആർ ബിജുരാജാണ് ഈ മനോഹര സൗധത്തിന് രൂപകൽപ്പനയൊരുക്കിയത്. 1/4 നൂറ്റാണ്ടിലേറെയായി അമേരിക്കയിൽ കഴിയുന്ന സണ്ണി സാമിന് വേണ്ടി അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ ഒരു വീടൊരുക്കുകയായിരുന്നു ഈ വീടിൻ്റെ ഡിസൈനിലൂടെ പ്രമുഖ രജിസ്ട്രേഡ് സിവിൽ എഞ്ചിനീയറായ ആർ ബിജുരാജ്. ഈ വീടിനെ ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വി ബിൽഡ് ഡിസൈനിങ് കൺസൾട്ടൻസിയിലെ മാനേജിംഗ് ഡയറക്ടറായ ആർ ബിജുരാജാണ്. സോ സാറിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. നമസ്കാരം സർ. ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ്സ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു സാറിനോട് പറഞ്ഞത്? ഞാനിതിൻ്റെ ക്ലയൻറ്റ് മിസ്റ്റർ സണ്ണി സാം, അദ്ദേഹമായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഒരു സിംഗിൾ സ്റ്റോറേഡ് ഹൗസായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇത് ഒരു 4 ബെഡ്റൂം ഹൗസാണ്. +1 ഹോം തിയേറ്റർ, 1 ഓഫീസ് റൂം, 2 കിച്ചൺ. അപ്പോൾ ഒരു വലിയ വീട് എന്ന സങ്കല്പം അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി കുറച്ച് വലുതാണ്. അവർക്കൊന്നിച്ച് കൂടുവാനുള്ള ഒരു നല്ലൊരു വീട് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇങ്ങനെ ഒരു വിക്ടോറിയൻ സ്റ്റൈലിലൊരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യാനുള്ള കാരണം. അത്യാകർഷമായ ഈ എലിവേഷൻ ഫീച്ചറുകൾ തന്നെയാണ് ഈ വില്ലയുടെ പ്രധാന സവിശേഷത. വിക്ടോറിയൻ ആർക്കിടെക്ചറിൻ്റെ ഭംഗി അതിൻ്റെ പൂർണ്ണതയോടെ നിറഞ്ഞു നിൽക്കുന്നൊരു വീട്. ഇതൊരു ഒറ്റനില വീടാണ്. വിക്ടോറിയൻ സ്റ്റൈലിലുള്ള സ്ലോപ്പിംഗ് റൂഫ് നൽകി അതിന് പ്രത്യേക ഗാംഭീര്യം നൽകുകയായിരുന്നു ശ്രീ ആർ ബിജുരാജ്. ഷിംഗിൾസ് കൊണ്ടുള്ള ആവരണമാണ് സ്ലോപ്പിംഗ് റൂഫിന്. സ്റ്റീപ്പായ ചെരിഞ്ഞ മേൽക്കൂരയും അതിൽ നൽകിയ ഗേബിൾ ഡിസൈനും ഡോർമർ വിൻഡോയും ഷിംഗിൾസും കൂടിച്ചേരുമ്പോഴാണ് ഈ വീടിന് ഒരു വിക്ടോറിയൻ ഛായ ലഭിക്കുന്നത്. ഒരു വിക്ടോറിയൻ ആർക്കിടെക്ചർ കോൺസെപ്റ്റിലാണ് ഈ വില്ലേനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ എലിവേഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ശ്രീ ആർ ബിജുരാജിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. എലിവേഷൻ കൺസെപ്റ്റ് ഞാൻ ആദ്യം ഈ സൈറ്റ് കാണുമ്പോൾ റോഡ് ഫേസിങ് വളരെ വിട്ട് കൂടിയൊരു പ്ലോട്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് തന്നെയുള്ളൊരു വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിംഗ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഹൈ റൂഫ്. ഇപ്പോൾ സിംഗിൾ സ്റ്റോറീഡ് ഹൗസ് ആണെങ്കിലും ഏകദേശം ഒരു 2 സ്റ്റോറീഡ് ഹൗസിനെക്കാട്ടിലും ഹൈറ്റ് ഇതിൻ്റെ റൂഫിന് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാക്കുന്ന ഘടകം. പിന്നെ സാധാരണ വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിങ്സിന് കാണുന്ന ഡോർമർ വിൻഡോസ്, പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ഗേബിൾ ആൻഡ് സ്ട്രക്ചർ, ഇതെല്ലാം തന്നെ വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിങ്സിൽ കാണുന്നതാണ്. അപ്പോൾ ആ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇതിനു വേണ്ടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫിംഗ് ചെയ്തിരിക്കുന്നത് ഷിംഗിൾസ് വെച്ചാണ്. ഇപ്പോൾ യൂറോപ്യൻ ഷിംഗിൾസ് വളരെ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഷിംഗിൾസാണ് 100% ലീക്ക് പ്രൂഫാണ്. പിന്നെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. വീടിന് മുന്നിൽ നെടുനീളത്തിൽ നൽകിയ വരാന്തയും അതിൽ ധാരാളമായി നൽകിയ സ്ക്വയർ പില്ലറുകളും കാർ പോർച്ചും വരാന്തയ്ക്ക് നൽകിയ ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങും എലിവേഷന് മാറ്റുകൂട്ടുന്ന ഘടകങ്ങൾ തന്നെ.
ക്ലാഡിംഗ് സ്റ്റോൺ പതിക്കുന്നതിന് പകരം വണ്ടർമാക്സ് ബോർഡ് കൊണ്ട് കവർ ചെയ്തവയാണ് പില്ലറുകൾ. വരാന്തയ്ക്ക് നൽകിയ റൂഫും ആകർഷകം. ഭയങ്കര ഒരു അട്രാക്ഷൻ ഈ ഒരു വീടിൻ്റെ എന്ന് പറയുന്നത് വരാന്തയാണ്. നമ്മൾ ഈ പണ്ടത്തെ വീടുകളിൽ കാണുന്ന ഒരു ട്രഡീഷണൽ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പോൾ ആ അത്രയും വലിയൊരു ലോങ് വരാന്ത അതെങ്ങനെയാണ് ഈ ഒരു വീടിനെ കണക്ട് ചെയ്യാനുള്ള റീസൺ? ഒരു ലോങ് വരാന്ത ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. ഫ്രണ്ടിലൊരു ലെങ്തി വരാന്ത വേണം എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെസ്റ്റ് ഫേസിങ് ബിൽഡിംഗ് ആണ്. അപ്പം വൈകുന്നേരങ്ങളിലുള്ള വെയിൽ ധാരാളമായിട്ട് ആ ഭാഗത്തു നിന്ന് അടിക്കും. അപ്പോൾ ഫ്രണ്ടിലൊരു വരാന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് റൂമിൻ്റെ അകത്തേക്ക് വരില്ല. അപ്പോൾ അത് ഡിസൈൻ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്ത ഒരു എലമെൻ്റാണ്. അതുപോലെ തന്നെ ഈ വരാന്തയുടെ റൂഫ് പ്രൊജക്ഷൻ നമ്മൾ വളരെയധികം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സ്റ്റെപ്സിൽ അതായത് ഈ മഴ പെയ്യുന്ന സമയത്ത് സ്റ്റെപ്പിലും നമ്മൾ സാധാരണ ബിൽഡിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്, സ്റ്റെപ്പൊക്കെ എപ്പോഴും നനഞ്ഞു കിടക്കും എൻട്രി സ്റ്റെപ്പുകളിൽ. അപ്പോൾ അത് സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെപ്സിലിട്ടിരിക്കുന്ന ഗ്രാനൈറ്റ് ലപ്പോത്ര ഗ്രാനൈറ്റാണ്. അപ്പോൾ അതിനൊരു ഗ്രിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഈ വരാന്തയുടെ എൻഡിലാണ് നമ്മൾ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വരാന്ത ചെന്ന് ടച്ച് ചെയ്യുന്നത് ആ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കാർ പോർച്ചിലേക്കാണ് ഈ വരാന്ത നിന്ന് ടച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പില്ലേഴ്സിൻ്റെ കാര്യവും, പില്ലേഴ്സ് ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനും എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? പില്ലേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പില്ലേഴ്സ് സാധാരണ പില്ലർ ക്ലാഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ ടൈൽസൊക്കെ വെച്ചിട്ടാണ് ക്ലാഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് വുഡ് കൊണ്ട് ക്ലാഡ് ചെയ്യാറുണ്ട്. ഇത് ഫണ്ടർമാക്സ് പാനൽസ് എന്ന് പറഞ്ഞ ഷീറ്റ് വെച്ചിട്ടാണ് ക്ലാഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ജോയിൻറ്റ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബീഡിങ്സ് വെച്ച് ജോയിൻറ്റ്സ് ഫില്ല് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാഡിംഗ് സ്റ്റൈലാണ് ഈ ബിൽഡിങ്ങിന് സ്വീകരിച്ചിട്ടുള്ളത്. ഈ നീളൻ വരാന്തയുടെ മധ്യത്തിലായാണ് വീട്ടിലേക്കുള്ള എൻട്രി ഡോർ. ഇരുപാളി കതകാണ്. അത് തുറക്കുന്നത് നീണ്ടൊരു ഫോയറിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിവിശാലമായ ഒരു ഉൾത്തളം നമുക്ക് മുന്നിൽ തെളിയുകയായി. ഫോർമർ ലിവിംഗ് ഏരിയയും കോർട്ട്യാർഡും ഫാമിലി ലിവിംഗ് ഏരിയയും ഡൈനിങ് സ്പേസും പ്രെയർ സ്പേസുമൊക്കെ നൽകി വിശാലമായ ഒരു ഉൾമുറിയാണിത്. അതിൽ ഫോയറിൻ്റെ തൊട്ട് വലതോരത്തായാണ് ഫോർമൽ ലിവിംഗ് സ്പേസ്. ഇമ്പോർട്ടഡ് ലെതർ സോഫ സെറ്റ് കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ, മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ, ഗ്ലാസ് പാർട്ടീഷൻ വാൾ, റോളർ കട്ടനുകൾ എന്നിവയൊക്കെ നൽകി ആകർഷകമാക്കിയ ഒരിടമാണിത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ ലിവിങ് റൂമിലാണ്, ഫോമൽ റൂമിലാണ്. സോ അതിനെക്കുറിച്ച് നമുക്ക് സാറിനോട് ഡീറ്റെയിൽസ് ചോദിക്കാം. കാരണം 2 ലിവിങ് റൂമായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു സാർ ആ ഒരു കോൺസെപ്റ്റ്? അതുപോലെ തന്നെ ഇതിൻ്റെ ഫർണിഷിംഗ് ആണെങ്കിലും കളർ കോമ്പിനേഷൻസ് ഒക്കെ ഏകദേശം എല്ലാം തന്നെ സിമിലറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ബ്ലൈൻഡ്സിലാണെങ്കിലും ഈവൻ സോഫാസ് അതൊക്കെ ക്ലയൻറ്റിൻ്റെ തന്നെ ഒരു ചോയ്സ് ആയിരുന്നോ, അതോ സാർ തന്നെ അതിനകത്ത് എന്തെങ്കിലും സജഷൻസ് പറഞ്ഞിട്ടുണ്ടോ? ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ചോയ്സ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ മെയിൻ ഏരിയ എന്ന് പറയുമ്പോൾ ഗസ്റ്റ് ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ്, ദെൻ ഈ കോർട്ട്യാർഡ്, ബാക്കിൽ കാണുന്ന കോർട്ട്യാർഡ്. ഇതൊരു ഓപ്പൺ ഒരു സർക്യൂട്ടാണ്. അതായത് ഒരു ഓപ്പൺ ഫീലിംഗ് വരുന്ന രീതിയിൽ നമ്മുടെ ഫ്രണ്ട് ഡോർ ഫസ്റ്റ് എൻട്രി എന്നൊരു ഫോയറിലേക്കാണ്. ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോർട്ട്യാർഡ്, റൈറ്റ് സൈഡിൽ ഗസ്റ്റ് ലിവിങ്. ദെൻ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സെമി പ്രൈവസി ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗസ്റ്റ് ലിവിങ്ങിൽ നിന്നും ഫാമിലി ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നുമുള്ള വ്യൂ ആ കോർട്ട്യാർഡിലേക്ക് ലഭിക്കുന്നുണ്ട്. കോർട്ട്യാർഡിലൊരു ഫൗണ്ടൻ ഉണ്ട്, അതിൽ ഒരു പെബിൾ ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രീനറി ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ഫ്ലോറിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ഏരിയാസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ വെച്ചിട്ടാണ്. ഇറ്റാലിയൻ മാർബിൾ അതിന് സ്ട്രിപ്സും സ്ക്വയർ ബട്ടൺസും എല്ലാം നൽകി അതൊരു ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുണ്ട്. പിന്നെ വളരെ ലൈറ്റ് കളറാണ് നമ്മൾ എല്ലായിടത്തും ഈ റൂംസ് കംപ്ലീറ്റ് ഇൻറ്റീരിയറിൽ ലൈറ്റ് കളറാണ് നമ്മൾ ചോയ്സായിട്ട് കൊടുത്തിരിക്കുന്നത്.
ചില വാൾസ് ഈ ബാക്ക് വാൾസൊക്കെ നമുക്ക് കാണാം. ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് വാൾപേപ്പർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് വ്യൂ ലഭിക്കാവുന്ന വിധം ഫോയറിൻ്റെ ഇടതുഭാഗത്തായി ഒരു കോട്ടിയാണ്. വാട്ടർ ഫൗണ്ടൈൻ സദാ മർമരമുതിർക്കുന്ന ഒരു കോട്ടിയാണ്. നിലത്ത് വിരിച്ച പെബിൾസും ചുമരിന് നൽകിയ ക്ലാഡിംഗ് സ്റ്റോണും ഇൻഡോർ പ്ലാന്റുകളും ഈ കോട്ടിയാടിനെ ഒരു ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റുന്നു. വളരെ മനോഹരമായ ഒരു കോട്ടിയാടാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. സോ എങ്ങനെയായിരുന്നു സർ ഇതിൻ്റെ ഒരു തോട്ട്? കോട്ടിയാട് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അത് ഗസ്റ്റ് ലിവിംഗിന്നും ഫാമിലി ലിവിംഗും ഡൈനിങ് എന്നും ഒരുപോലെ വ്യൂ വരത്തക്ക രീതിയിലാണ് കോട്ടിയാട് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. അത് റെഡിമെയ്ഡ് ഫൗണ്ടനാണ്. പിന്നെ പെബിൾ ഗാർഡനായിട്ട് നൽകിയിട്ടുണ്ട്. പെബിൾസിൻ്റെ കളർ വൈറ്റ് ആൻഡ് ചോക്ലേറ്റ്, ഈ 2 കളേഴ്സ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നാച്ചുറൽ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്രീനറിയും കൂടെ ആകുമ്പോൾ ഒരു ടോട്ടാലിറ്റി ഒരു നല്ല ബ്യൂട്ടി ലഭിക്കുന്നുണ്ട്. കോട്ടിയാടിന് എപ്പോഴും കോട്ടിയാടിൻ്റെ ബാക്ക് വാള് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്ലാഡിംഗ് സ്റ്റോൺ നാച്ചുറൽ മറ്റുള്ള കളേഴ്സുമായിട്ട് എല്ലാം തന്നെ ഒരു സിമിലാരിറ്റി വന്നിട്ടുണ്ടല്ലേ? അതെ ഒരു ഐവറി ടച്ച് കളർ എല്ലാത്തിനും അതിന് നമ്മൾ ഈ കളേഴ്സ് തന്നെയാണ് നമ്മൾ സോഫാസിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഈവൻ നമ്മൾ ഫ്രണ്ട് വരാന്തയിലെ ക്ലാഡിംഗ് ആയാലും ഈ സെയിം ക്ലാഡിംഗ് കളേഴ്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ വീട്ടിലെ ഏറ്റവും സ്പേഷ്യസായ ഇടം ഇതാണ്, ഫാമിലി സിറ്റിംഗ് സ്പേസ്. ഇമ്പോർട്ടഡ് സോഫകളും സെറ്റുകളും തന്നെയാണ് ഇവിടെയും ഇരിപ്പിടമായി നൽകിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് റൂഫാണിവിടെ. ആകർഷകമായ സീലിംഗ് വർക്കുകൾ റൂഫിനെ സുന്ദരമാക്കുന്നു. TV സ്റ്റാൻഡ് ഘടിപ്പിച്ച ചുമരിന് വാൾപേപ്പർ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ അങ്ങേയറ്റത്ത് ഒരു പാഷ്യോ സ്പേസാണ്. ഗ്ലാസ് റോഡ്, റിമോട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഷട്ടർ എന്നിവയാണ് പാഷ്യോവിൽ നൽകിയത്. വിശാലമായ ഈ മുറിക്ക് ചുറ്റുമാണ് ഈ വീട്ടിലെ ഇതര സൗകര്യങ്ങളെല്ലാം ഒരുക്കിയതെന്ന് പറയാം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഫാമിലി ലിവിംഗ് റൂമിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവിംഗ് റൂം 2ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സർ, എങ്ങനെയാണ് ഈ ഒരു ഫാമിലി ലിവിംഗ് റൂം അല്ലെങ്കിൽ ഫോമൽ ലിവിംഗ് റൂമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫാമിലി ലിവിംഗ് റൂമിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോർ, ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കോർ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പറഞ്ഞ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ക്ലയൻസിന്. അപ്പം അവർക്കെല്ലാം ഒന്നിച്ച് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വളരെ വലിയ സോഫാസ്, പിന്നെ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ, ഇവിടെ നോക്കിയാൽ കോർട്ട്യാർഡിലേക്കുള്ളൊരു വ്യൂ, പിന്നെ 2 പാഷ്യോസ് കൊടുത്തിട്ടുണ്ട്. പാഷ്യോ ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം പുറത്തു നിന്നുള്ള ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ഏകദേശം ലഭിക്കാൻ വേണ്ടിയാണ് 2 പാഷ്യോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഗ്ലാസ് ഡോസും ഉണ്ട്, പെർഫറേറ്റഡ് ഓട്ടോമാറ്റിക് ഷട്ടേഴ്സും ഉണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഷട്ടേഴ്സ് താത്തിടാം. പകൽ സമയത്ത് ഗ്ലാസ് ഡോസ് ആകുമ്പോൾ പുറത്തേക്കുള്ള നമുക്ക് ലാൻഡ്സ്കേപ്പിലുള്ള ഒരു വ്യൂ ലഭിക്കുന്നു. ഈവനിങ് ടൈം ഒരു നല്ല ആംബിയൻസ് ആയിരിക്കും. അതെ ഈവനിങ് ടൈമിലൊക്കെ ഉള്ള എല്ലാ സമയത്തും AC വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഡോസ് നമുക്ക് ക്ലോസ് ചെയ്യാം. അല്ല നമുക്ക് എക്സ്റ്റേണൽ ഒരു എയർ സർക്കുലേഷൻ, ഒരു വെന്റിലേഷൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാറ്റും വെളിച്ചവും വേണമെന്നുണ്ടെങ്കിൽ ഡോസ് തുറന്നിടാം. അപ്പം അങ്ങനെ എല്ലാ ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടെ ഈ റൂഫ് കണ്ടാലറിയാം, റൂഫ് വളരെ ഒരു ഹൈ റൂഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡബിൾ ഹൈറ്റിലാണ് റൂഫ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ ഓപ്പൺനെസ് നമുക്ക് ഫീൽ ചെയ്യും. റൂഫിൻ്റെ സൈഡിൽ തന്നെയാണ് AC-യുടെ ഗ്രിൽസും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വുഡൻ സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്, വുഡൻ ബീംസ് കൊടുത്തിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് നമ്മൾ കാണുന്ന വളരെ ഹൈ ആയിട്ടുള്ള ഒരു പോർഷൻ, റൂഫിൻ്റെ ഒരു ഹൈ ആയിട്ടുള്ള പോർഷൻ, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് ഇൻറ്റീരിയറിലും. ആ ഒരു ഹയർ പോർഷൻ തന്നെ അങ്ങനെ തന്നെ നമ്മൾ റൂഫ് ചെയ്തിരിക്കുകയാണ്. റൂഫിൻ്റെ ആ ഒരു സ്ലോപ്പ് അത്രയും ഹൈറ്റ് തന്നെ ഡബിൾ ഹൈറ്റിൽ എടുത്തിരിക്കുകയാണ്. ഫാമിലി ലിവിങ്ങിന് തൊട്ടിപ്പുറത്താണ് ഇവിടുത്തെ ഫോമൽ ഡൈനിങ് സ്പേസ്. കിച്ചണുമായി പ്രോക്സിമിറ്റി നൽകിയാണ് ഡിസൈൻ. ഈ ഡൈനിങ്ങിന് തൊട്ടപ്പുറം സ്പേഷ്യസ് ആയ പ്രെയർ ഏരിയയുമുണ്ട്. ഉൾത്തളത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും വ്യൂ കിട്ടും ഈ പ്രെയർ ഏരിയയിലേക്കും അവിടുത്തെ രൂപക്കൂടിലേക്കും.
വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലിവിങ് ഏരിയ ഉണ്ട്, അതുപോലെ ഡൈനിങ് ഏരിയയും രണ്ടും വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിന് ഒരു അറ്റാച്ച് ആയിട്ടാണ് നമുക്കൊരു പ്രെയർ റൂമും കാണുന്നത്. അപ്പം നോർമലി പ്രെയർ റൂം എന്നൊക്കെ പറയുമ്പം ശരിക്കും ഭയങ്കര ഒരു കൺജസ്റ്റഡ്, അല്ലെങ്കിൽ കുറച്ച് സ്പേസേ ഉണ്ടാവുള്ളൂ. അപ്പം എങ്ങനെയായിരുന്നു സാർ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? പാഷ്യോയിൽ തന്നെ പ്രെയർ റൂം കൊടുത്താൽ മതി എന്നുള്ളൊരു ഫാമിലിയുടെ ഒരു കൺസെപ്റ്റായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് പ്രെയർ റൂമിനെ അവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ നമുക്ക് പാഷ്യോ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ഡോർസ് ഉണ്ട്, ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്കരികിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള എൻട്രി. അത്യാധുനിക ശൈലിയിലാണ് അടുക്കളയുടെ ഫർണിഷിംഗ്. എല്ലാ തരത്തിലുമുള്ള മോഡേൺ കിച്ചൺ എക്യുപ്മെൻറ്റുകളും സജ്ജീകരിച്ചൊരടുക്കള. കളർ തീമിലും ക്യാബിൻ നിർമ്മാണത്തിന് ഉപയോഗിച്ച മെറ്റീരിയലുകളിലും അന്താരാഷ്ട്ര നിലവാരമുണ്ട്. ഈ മെയിൻ കിച്ചൺ, ഈ യൂട്ടിലിറ്റി കിച്ചൺ എന്നിങ്ങനെ 2 സെക്ഷനായാണ് അടുക്കളയുടെ രൂപകൽപ്പന. മെയിൻ കിച്ചൺ ഡിസൈൻ ചെയ്തത് ഐലൻഡ് കിച്ചൺ എന്ന കൺസെപ്റ്റോടുകൂടിയാണ്. ഇവിടെ നൽകിയ വോൾ ക്ലാഡിംഗ് ടൈലിൻ്റെ നിറപ്പകിട്ടും ആകർഷകം. വീടിൻ്റെ മറ്റൊരു അട്രാക്റ്റീവ് സ്പേസിലേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാരുടെ ഒരു സ്വപ്നം തന്നെയായിരിക്കും ഇങ്ങനൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ. ഇതിൻ്റെ ഒരുപാട് അട്രാക്ഷൻസ് എനിക്ക് എൻ്റെ മുമ്പിലുണ്ട്. കാരണം ഇപ്പോൾ ഈ വോൾട്ടൈലാണെങ്കിലും ഈ ഒരു വൈറ്റ് കോട്ടിംഗ് ആണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ എങ്ങനെയായിരുന്നു സാർ ഈ ഒരു ഡിസൈൻ കൺസീവ് ചെയ്യുന്നത്? ഇതിന് ഏറ്റവും അട്രാക്ഷൻ നൽകുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഇതിൻ്റെ കളർ പാറ്റേൺ തന്നെയാണ്. ഒന്ന് ഈ വൈറ്റ് കോട്ട്സ്, പിന്നെ വൈറ്റും ഇതിൻ്റെ ക്യാബിനറ്റ്സ് നൽകിയിരിക്കുന്ന പിങ്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽസ് വളരെ ലോങ് ഹാൻഡിൽസാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡിൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഈ വാൾ ടൈൽസ് കുറച്ച് മാറ്റ് ഫിനിഷ് ടൈലാണ് എങ്കിൽ തന്നെ ഒരു സാറ്റിൻ ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഒരു പല ആംഗിളിലും നോക്കിയാൽ പല കളേഴ്സ് ഫീൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നൊരു ടൈലാണ്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും നൽകിയിട്ടുള്ള ഒരു കിച്ചണാണ്. ഡിഷ് വാഷറുണ്ട്, മൈക്രോവേവ് ഓവനുണ്ട്, ഗ്രിൽ ഓവനുണ്ട്, ഡബിൾ ഡോർ ഫ്രിഡ്ജിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന്, നമുക്ക് പെട്ടെന്ന് ആഹാരം കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി കിച്ചണിലൊരു പ്രൊവിഷൻ. അതോടൊപ്പം തന്നെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒരു പാർഷ്യൽ പ്രൈവസി ഇൻഷുർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഈ സി ഷേപ്പിലുള്ള ഒരു പാറ്റേൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസും വളരെ കുറവായിരിക്കും. ഇപ്പം സിങ്കിൽ നിന്ന് നമ്മുടെ സ്റ്റൗവിലേക്കുള്ള ആ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്കുള്ള ഒരു വാക്കിംഗ് ഡിസ്റ്റൻസും, അപ്പോൾ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. 4 കിടപ്പറകളുള്ളൊരു വീടാണിത്. അതിലൊന്ന് ഇതാണ്. ഡൈനിങ് ഏരിയയ്ക്കരികിൽ നിന്നാണ് എൻട്രി. അത്യാധുനിക ശൈലിയിലാണ് ഫർണിഷിംഗ്. കിങ് സൈസ് ബെഡ്, പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹെഡ് വാൾ, സീലിംഗിൽ ഒളിപ്പിച്ചു വച്ച പ്രകാശ സംവിധാനം, ഡ്രസ്സിംഗ് ഏരിയ, മോഡേൺ ശൈലിയിലുള്ള ബാത്റൂം എന്നിവയൊക്കെ ഈ കിടപ്പറയെ ആകർഷകമാക്കുന്നു. ഇതാണിവിടുത്തെ അടുത്ത കിടപ്പറ. അടുക്കളക്കരികിലുള്ള ചെറിയൊരു കോറിഡോർ വഴിയാണ് എൻട്രി. പുറംകാഴ്ചയിൽ കാർപോർച്ചിനരികെയാണ് ഇതിൻ്റെ പൊസിഷൻ. വെൽ ഫർണിഷ്ഡായ ഒരു മോഡേൺ ബെഡ്റൂം തന്നെയാണ് ഇതും. ഫാമിലി ലിവിംഗ് സ്പേസിന് തൊട്ടരികിലായാണ് ഇവിടുത്തെ 3ാമത്തെ കിടപ്പറ. ബെഡ്റൂം ഫർണിഷിംഗിലെ പുതുമ ഈ കിടപ്പറയുടെയും ആകർഷണമാണ്. വലിയ കട്ടിൽ, പുതുമയുള്ള ഹെഡ് വാൾ ഡിസൈൻ, ഭംഗിയേറിയ സീലിംഗ് വർക്കുകൾ, ജാലകവിരികൾ,
എന്നിങ്ങനെ സുന്ദരമായ സജ്ജീകരണങ്ങളോടെ ഒരു കിടപ്പറ. എക്സ്റ്റീരിയറിൽ കാണുന്ന ഈ വലിയ ഗേബിളിൻ്റെ ചുവടെയായി ഒരു കിടപ്പറ കൂടിയുണ്ട്. അതാണിത്. വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയിലായി നൽകിയ കിടപ്പറ. ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം എന്നിങ്ങനെ 3 പാർട്ടായാണ് ഡിസൈൻ. മോഡേൺ സ്റ്റൈലിലാണ് ഫർണിഷിംഗ്. ഈ വീടിന് 4 ബെഡ്റൂമാണുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. സോ സർ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫർണിഷിങ്ങും അല്ലെങ്കിൽ വാസ്തുവൊക്കെ നോക്കിയിട്ടാണോ? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? അതെ, വാസ്തു നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സാധാരണ വാസ്തു അനുസരിച്ച് തെക്ക് പടിഞ്ഞാറേ മൂല, കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം നൽകേണ്ടത്. അതിനനുസരിച്ച് തന്നെയാണ് ഈ ബിൽഡിങ്ങിന് നൽകിയിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ എലിവേഷനിൽ കാണുന്ന ആ ഒരു വലിയ ഗേബിളിൻ പോർഷൻ്റെ താഴെയായിട്ടാണ്, ആ ഒരു പൊസിഷനിലാണ് മാസ്റ്റർ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. അതായത് ഫ്രണ്ട് പോർഷൻ തന്നെ. ഇപ്പം ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് കാണത്തക്ക രീതിയിലൂടെ ലാർജ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. 2 വലിയ വാർഡ്രോബ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. പിന്നെ കിങ് സൈസ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് പാറ്റേൺ വാളിന് വളരെ ലൈറ്റ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ബാക്ക് ഡ്രോപ്പ് വളരെ ഡിഫറെൻ്റായിട്ട് ഒരു ഗിറ്റാറിൻ്റെ ഷേപ്പിലൊരു കൺസെപ്റ്റാണ്, ഒരു തീമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെയും കുറച്ച് സിമിലാരിറ്റി ഉണ്ട് കളേഴ്സ്. കോട്ടിൻ്റെ ബാക്ക് സൈഡ് സൈഡ് ടേബിൾസും അതുപോലെ തന്നെ വാർഡ്രോബ്സും ഒരേ കളർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി സിറ്റിംഗിൽ നിന്ന് എൻട്രി നൽകി ഒരു ഹോം തിയേറ്റർ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അതാണിത്. എക്കോ പ്രൂഫായി ഒരുക്കിയ ചുമർ, ഭംഗിയേറിയ ഫർണിഷിംഗ് എന്നിവയാൽ ആകർഷകമാണ് ഈ മുറി. ഈ വീടിൻ്റെ മറ്റൊരു ദ മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭയങ്കര ഒരുപാട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈവൻ ഒരു ഹോം തിയേറ്റർ റൂമാണ്. സോ ഇതിൻ്റെ സൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഫർണിഷിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് വളരെ ശ്രദ്ധിച്ച് അലേർട്ടായിട്ട് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരുന്നു സാർ അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ഇതിൻ്റെ വാൾസിൽ ക്ലാഡിങ്, എക്കോ പ്രൂഫ് ക്ലാഡിങ് കൊടുത്തു. അപ്പോൾ ഹോം തിയേറ്റർ റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എക്കോ ഒട്ടും തന്നെ വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് അതിന് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറത്തുനിന്നുള്ള ലൈറ്റ്, ഇപ്പോൾ സപ്പോസ് ഒരു മൂവിയൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒട്ടും തന്നെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഉള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊരു തിയേറ്റർ റൂം ഡാർക്ക് ആക്കുന്നത് പോലെ തന്നെ ആ റൂം ഡാർക്ക് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ സ്പെഷ്യലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ബ്ലാക്ക് ഔട്ട് കട്ടനാണ്. അപ്പോൾ ഒട്ടും തന്നെ ലൈറ്റ് അകത്തേക്ക് വരില്ല. പിന്നെ ഒരു ഹോം തിയേറ്റർ റൂമിന് വേണ്ട ഇപ്പോൾ ഹോം തിയേറ്ററായിട്ട് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു ഹോം തിയേറ്ററിന് വേണ്ട എല്ലാ പ്രൊവിഷൻസും ഈ റൂമിന് നൽകിയിട്ടുണ്ട്. ഇന്റീരിയർ ഫർണിഷിംഗിൽ ഏറെ ശ്രദ്ധിച്ച ഒരു വീട് കൂടിയാണിത്. ഗ്രാനൈറ്റ്, ഇറ്റാലിയൻ മാർബിൾ തുടങ്ങി ഫ്ലോറിങ്ങിന് ഉപയോഗിച്ച മെറ്റീരിയലുകൾ, വാൾ ക്ലാഡിങ്ങിന് ഉപയോഗിച്ച സ്റ്റോൺ, ക്യാബിൻ വർക്കിന് ഉപയോഗിച്ച പ്ലൈവുഡ്, മൈക്ക, അടുക്കള ഫർണിഷിങ്ങിന് ഉപയോഗിച്ച മെറ്റീരിയലുകൾ എന്നിവയിലൊക്കെ ഏറെ പുതുമകളുണ്ട്. വീടിൻ്റെ ഡിസൈനിനൊപ്പം ഇതിൻ്റെ ഇന്റീരിയർ വർക്കിൻ്റെ മേൽനോട്ടവും ആർ ബിജുരാജാണ് നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ വീബിൾ ഡിസൈനേഴ്സിൻ്റെ സിസ്റ്റർ കൺസേണായ വുഡ് ആർട്ട് ഇന്റീരിയേഴ്സാണ് ഈ വീടിൻ്റെ ഇന്റീരിയർ ഒരുക്കിയത്. വുഡ് ആർട്ടിൻ്റെ ചുമതലക്കാരായ അരുൺ, ലിബിൻ എന്നിവരാണ് ഈ ഇന്റീരിയറിന് രൂപകൽപ്പനയൊരുക്കിയത്. എലിവേഷൻ ഡിസൈനിലും ഇന്റീരിയർ ഫർണിഷിംഗിലും ഏറെ മികവുകളുള്ള ഒരു വീട്. ഓമല്ലൂരിൻ്റെ ഗ്രാമഭംഗിക്ക് മധ്യേ ഒരു വിദേശ മലയാളിയുടെ പ്രൗഢിക്കിണങ്ങും വിധം ഗാംഭീര്യമാർന്നു നിൽക്കുന്നു ഈ ഗൃഹനിർമ്മിതി.